ഇന്ന് നമ്മൾ എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. രാജാ രാജ് ബഹദൂർ സിംഗ് നമ്മളെ എല്ലാവരെയും തന്റെ സാമ്രാജ്യത്തേക്ക്, അതായത് ഗ്രീൻ സിറ്റിക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ മേരങ്കൾ, ഗ്രീൻ സിറ്റി എന്താ ഇങ്ങനെ വരണ്ടുണങ്ങി കിടക്കുന്നത്? ഗ്രീൻ സിറ്റി എന്ന് പറഞ്ഞാൽ പച്ച കളറിൽ ഉണ്ടായിരിക്കുന്നല്ലേ അർത്ഥം? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. കീക്കോ പറഞ്ഞ കാര്യത്തിൽ ഒറ്റ വാക്കിൽ പറയണമെങ്കില് സ്ട്രേഞ്ച്. സാധാരണ സ്റ്റേജ് അല്ല, അതിഭയങ്കരമായ സ്റ്റേജ്. വെരി വെരി സ്റ്റേജ്. ഇപ്പൊ ഇതിനു വേണ്ടിട്ട് ഡ്രൈ ആയ ചെന്ന കഴിച്ചോട്ടെ. തുമ്പി പോലെ പറക്കുന്ന ഹെലികോപ്റ്റർ അവിടെ ഇവിടെയും ചുറ്റി കറങ്ങുകയാണ്. കലക്കി സാറേ, എന്തൊരു പഞ്ച ഡയലോഗാ പറഞ്ഞത്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അയ്യോ ചേടാ, ഇത് ഞാൻ എന്തെന്ന് പറയും, എവിടെ പോയി പറയും? ആദ്യം ഒരു കാര്യം പറയേ, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് എന്താണ് അർത്ഥം? സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സമയമായി എന്നാണ്. ഞാനാണ് രാജാവ് രാജ് ബഹദൂർ സിംഗ്. എന്റെ ഈ സാമ്രാജ്യത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട രാജാവേ, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം പറയട്ടെ, എന്റെ കൊച്ചുനാൾ മുതൽ ഇതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്കൊരു രാജാവിനെ നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. മഹാരാജൻ, അങ്ങയുടെ ഗാർഡ്സിന്റെ കയ്യിൽ ഗണ്ണിന് പകരം എന്തിനാ ലാത്തി കൊടുത്തിരിക്കുന്നത്? ലാത്തി അടിക്കാൻ മാത്രമല്ല, തുണിയലക്കാനും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല യൂസേജ് ഉണ്ട്. കലക്കി സാറേ, സൂപ്പർ പഞ്ചായി പറഞ്ഞത്. ഈ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം സാറേ. അല്ലല്ലല്ല, ഇത് കാര്യം വേറെയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ കൊട്ടാരത്തിലേക്ക് വരൂ, അവിടെ വെച്ച് എല്ലാം പറയാം. നിങ്ങൾക്കിപ്പോ പോകാം. ശരി മഹാരാജാവേ. അങ്ങെന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നത് മഹാരാജൻ? എന്താണ് കാര്യം, പറയൂ. കീക്കോ, കൊട്ടാരത്തിലേക്ക് വാ, അവിടുന്ന് സംസാരിക്കാം. നമ്മൾ ഇവിടെ ഒരുപാട് സമയം നിന്ന് സംസാരിക്കുന്നത് ശരിയാവില്ല. ഓ, എല്ലാം സസ്പെൻസ് ആണല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഞാൻ എളുപ്പം കഴിച്ചോട്ടെ. അല്ല, എന്റെ ഈ ടോഫിയിൽ നിന്ന് മിസൈൽ എങ്ങനെ പുറത്തേക്ക് വന്നത്? എല്ലാരും പെട്ടെന്ന് കുനിഞ്ഞിരിക്കുക. എല്ലാവരും രക്ഷിക്കാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 779 അപ്ലൈ ചെയ്യ്. ഇവരെല്ലാം സേഫ് ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. ഷുവർ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 779. എല്ലാവരും വേഗം വന്ന് വണ്ടിയിൽ കയറിയിരിക്കൂ. കീക്കോ, അവന്റെ ഈ മിസൈൽ ഭയങ്കര പവർഫുൾ ആണ്. അതിലൊരെണ്ണം എന്റെ മേളിൽ കൊണ്ടാൽ ഞാൻ ടോട്ടലി ഡാമേജ് ആകും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 57. ഓക്കെ ഡ്യൂഡ്, ഫോർമുല 57 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അതേതായാലും കലക്കി. ഇത്രയും വലിയ ട്രക്കായിട്ടും ആ ട്രക്കിന് ഒരു സൂപ്പർ കൺട്രോളും ഉണ്ടല്ലോ. ഇവൻ എന്താ ഇങ്ങനെ വിടാതെ ഇടിച്ചോണ്ടിരിക്കുന്നത്? റിപ്പയർ ചെയ്യാൻ കുറച്ച് കാശ് ചെലവാകുമല്ലോ. കീക്കോ, വേഗം എന്തെങ്കിലും ചെയ്യൂ. ഒരുപാട് പേർ വണ്ടിയിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഓടാനും വയ്യ. ആ ട്രക്ക് തുടർച്ചയായി ഇടിക്കുന്നത് കൊണ്ട് ഞാൻ ടോട്ടൽ ഡാമേജ് ആവുന്നു. ആ ട്രക്കിനെ നിർത്താൻ ഇപ്പൊ ഒറ്റ വഴിയേ ഉള്ളൂ. ഉടനെ ഞാൻ ആ ട്രക്കിലേക്ക് പോയേ പറ്റൂ.
കീക്കോ വേഗം വന്ന് വണ്ടിയിൽ കയറൂ. താങ്ക് യു സൂപ്പർ സ്പീഡോ. ഇപ്പോ ജെറ്റ് സ്പീഡിൽ പറന്നു പോ. ഓക്കെ ബ്രോ. ഈ സ്ഥലം മൊത്തം എന്താ ഇങ്ങനെ വരണ്ടുണങ്ങി കിടക്കുന്നേ? മഹാരാജൻ നദി പോലും വരണ്ട പോയല്ലോ. പാലസിലേക്ക് വാ, എല്ലാം പറയാം. നിങ്ങളുടെ പാലസ് എന്താ ഇത്ര മോശമായ അവസ്ഥയിൽ ഇരിക്കുന്നേ? പല വർഷങ്ങളായി ഒരു തുള്ളി മഴ പോലും ഇവിടെ വീണിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നുവെച്ചാ സാറ് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് പാലസിലേക്ക് പോകാം, ബാക്കി അവിടെ വെച്ച് സംസാരിക്കാം. ബഹുമാനപ്പെട്ട രാജാവേ, ഇപ്പൊ നിങ്ങൾ കാര്യം പറയൂ. നിങ്ങളുടെ ഈ സാമ്രാജ്യം എന്തുകൊണ്ടാണ് മോശപ്പെട്ട രീതിയിൽ ഇരിക്കുന്നത്? നിങ്ങളുടെ ഗാർഡ്സ് ഒക്കെ എങ്ങോട്ടാണ് പോയത്? മാത്രമല്ല നിങ്ങളുടെ പ്രജകൾക്ക് എന്ത് പറ്റി? എല്ലാവരും ഓടിപ്പോയിരിക്കുക. അതെന്തുകൊണ്ടാ? എന്റെ ജനങ്ങൾക്ക് കഴിക്കാൻ ആഹാരമൊന്നുമില്ല. അയ്യോ, അത് എന്തുകൊണ്ടാ അങ്ങനെ? ഇപ്രാവശ്യം ജനങ്ങൾ ആരും കൃഷിയൊന്നും ചെയ്തില്ലായിരുന്നോ? അല്ല, വിളവെടുപ്പെടുക്കാനോ കൃഷി ചെയ്യാനോ ഇവിടെ വെള്ളമില്ല. ഓക്കേ, എന്താണ് രാജാവേ ഇതിനൊക്കെ കാരണം? അല്ല, ആ പ്രശ്നത്തിന്റെ പേര് ഡേഞ്ചർ ഡാങ്. മഹാരാജൻ, അങ്ങിതൊന്ന് തെളിച്ചു പറയോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം എന്റെ ഈ സാമ്രാജ്യത്തിൽ ഒരു വലിയ നദിയും വെള്ളവും ഉണ്ടായിരുന്നു. ആ നദിയിൽ അത്രയ്ക്ക് വെള്ളമുണ്ടായിരുന്നു. ചില സമയം നാട് മുഴുവൻ വെള്ളപ്പൊക്കമായിരുന്നു. അങ്ങനെ വെള്ളം വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാനൊരു വലിയ ഡാം നിർമ്മിച്ചു. അന്നു മുതൽ എന്റെ ഈ രാജ്യത്ത് ആവശ്യത്തിനുള്ള വെള്ളം വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. പക്ഷെ ചില മാസങ്ങൾക്ക് മുൻപ് ഡേഞ്ചർ ഡാങ് എന്ന പേരുള്ള ഒരു ക്രിമിനൽ ഡാം അവന്റെ കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുകയാണ്. ശരി, ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് ചെന്ന ക്രിമിനലിനെ വകവരുത്തിയേക്കാം. നിങ്ങളുടെ ഡാം നിങ്ങൾക്ക് ഞാൻ വീണ്ടെടുത്തു തരാം. അതത്ര ഈസിയായ കാര്യമല്ല സൂപ്പർ സ്പീഡോ. ഡേഞ്ചർ ഡാങ് വളരെ അപകടം പിടിച്ചവനാണ്, പവർഫുൾ ആണ്. അവൻ ആ ഡാമിനെ അതിഭയങ്കരമായ പ്രൊട്ടക്ഷൻ ലെയർ കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്റെ ടോട്ടൽ ആർമി ആൻഡ് ഗാർഡ്സ് ആ ഡാമിനെ ഡേഞ്ചർ ഡാങ്ങിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഇന്ന് വരെ ഇവിടുന്ന് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. ഡേഞ്ചർ ഡാങ് ഞങ്ങളെ വെള്ളം തന്നെ മോഷ്ടിച്ച് ഞങ്ങൾക്ക് വലിയ വിലയ്ക്ക് വിൽക്കുകയാണ്. അതും കുറേശ്ശെയായി. നമ്മൾ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് അവൻ എന്റെ രാജ്യത്തുള്ള വെടിയുണ്ടകളും വെടിമരുന്നുകളും എല്ലാം എടുത്തുകൊണ്ടുപോയിരിക്കുകയാണ്. അയ്യോ, അതുകൊണ്ടാണല്ലേ നിങ്ങളുടെ ഗാർഡ്സിന്റെ കയ്യിൽ ഗണ്ണിന് പകരം ലാത്തി വെച്ചിരുന്നത്? ഡേഞ്ചർ ഡാങ് വെള്ളത്തിന് വളരെ വില കൂട്ടിയാണ് വിൽക്കുന്നത്. കുറേശ്ശെയായി എന്റെ പ്രജകൾ അത്ര പേരും അവരുടെ വീടും കൃഷിഭൂമിയും എല്ലാം വിട്ടേച്ച് എങ്ങോട്ട് ഓടിപ്പോയിരിക്കുകയാണ്. കീക്കോ, സൂപ്പർ സ്പീഡോ, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിങ്ങളെങ്കിലും എന്നെയും എന്റെ രാജ്യത്തെയും ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കണം. ഡേഞ്ചർ ഡാങ് ചെയ്തത് വളരെ വലിയ തെറ്റാ. അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മഹാരാജൻ. സൂപ്പർ സ്പീഡോയും ഞാനും ഓൾവേസ് ഫൈറ്റ് ഫോർ ദ റൈറ്റ്. യെസ് പാർട്ട്ണർ. ബഹുമാനപ്പെട്ട രാജാവേ, ഇവൻ നമുക്ക് ആ ഡാമിലേക്ക് പോകുവാനുള്ള വഴി കാണിച്ചു തരും. മഹാരാജൻ, ഞാൻ R7 അങ്ങയുടെ രാജ്യത്തിന്റെ മാപ്പ് കാണിച്ചു തരാം. കീക്കോ, ആ മാപ്പിനെ 3 ഭാഗങ്ങളായി സെപ്പറേറ്റ് ചെയ്യേ. ഒന്നിൽ കാടുണ്ടായിരിക്കും, മറ്റൊന്നിൽ മലകൾ ഉണ്ടായിരിക്കും, മറ്റൊന്നിൽ ഡെസേർട്ട്. ആ ഡാമിലേക്ക് ചെന്നെത്താൻ നിങ്ങൾ ആദ്യം ഈ 3 സ്ഥലങ്ങളിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന 3 സ്മാർട്ട് കാർഡ്സ് കണ്ടെത്തണം. പിന്നെ അത് എടുത്തുകൊണ്ട് ഒരു വലിയ കോട്ടവാതിലിന് മുൻപിൽ ചെന്ന് നിൽക്കണം. അവിടെയുള്ള വാതിലിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് കാർഡ്സ് ആ സ്ലോട്ടിൽ ഫിക്സ് ചെയ്യണം. പിന്നെ സൂപ്പർ കമ്പ്യൂട്ടർ ആക്ടിവേറ്റ് ചെയ്തിട്ട്. അയ്യോ, അപ്പൊ അത്രേ ഉള്ളോ കാര്യം? സൂപ്പർ കമ്പ്യൂട്ടർ ആക്ടിവേറ്റ് ആയതും വാതിലുടനെ ഓപ്പൺ ആവുമല്ലോ അല്ലേ? അല്ല, സൂപ്പർ കമ്പ്യൂട്ടർ ആക്ടിവേറ്റ് ആയതിനു ശേഷം നിങ്ങൾ 1 മിനിറ്റിനകം അതിലൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യണം. ഒരു പക്ഷേ ആ പാസ്വേഡ് ശരിയാണെങ്കിൽ ആ ഡോർ ഉടനെ ഓപ്പൺ ആകും. ഒരു പക്ഷേ പാസ്വേഡ് തെറ്റാണെങ്കിൽ ആ ഡോർ എന്നേക്കുമായി ക്ലോസ് ആകും. ശരി, ഓക്കെ, വേഗം അതിന്റെ പാസ്വേഡ് പറഞ്ഞു തരൂ. എന്നോട് ക്ഷമിക്കൂ. ശരിക്കും പറഞ്ഞാൽ ആ പാസ്വേഡ് ഇപ്പൊ എന്റെ കയ്യിലില്ല. അതിപ്പോ ഡേഞ്ചർ ഡാങ്ങിന്റെ കയ്യിലാണുള്ളത്. കാരണം അവനാണ് ആ പാസ്വേഡ് സൂപ്പർ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പാസ്വേഡ് ഞാൻ എങ്ങനെയെങ്കിലും ട്രാക്ക് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ എല്ലാവരും 3 ടീമായിട്ട് മാറി ആ സ്മാർട്ട് കാർഡ്സ് കണ്ടെത്തണം. കറക്റ്റ്. നിങ്ങൾ പോകുന്ന വഴിയിൽ ഡേഞ്ചർ ഡാങ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനാവശ്യമുള്ള ആയുധങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ അല്ലേ? ഇല്ല, ആ ഡേഞ്ചർ ഡാങ് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും കൊള്ളയടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പോകുന്ന വഴിയിൽ എന്റെ ആർമിയുടെ വാഹനങ്ങളും അതിൽ ചില ആയുധങ്ങളും നിങ്ങൾക്ക് കിട്ടും. എന്റെ ആർമി ഡാം വീണ്ടെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്.
പക്ഷെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. മമ്മി, ഞങ്ങൾ തിരിച്ചു വരാൻ ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അയ്യോ എന്റെ മേയർ സാറേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മളെല്ലാവരും വളരെ സേഫ് ആയിട്ട് തിരിച്ചെത്തും. നിങ്ങളിപ്പോ 3 ടീമായിട്ട് 3 സ്ഥലത്തേക്ക് പോകണം. എന്റെ ഹെലികോപ്റ്റർ നിങ്ങളെ 3 സ്ഥലത്ത് കൊണ്ടെത്തിക്കും. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് 3 ടീമായിട്ട് ഡിവൈഡ് ആവാം. നമുക്ക് സ്മാർട്ട് കാർഡ്സ് കിട്ടിയതിനു ശേഷം ആ കോട്ടവാതിലിനടുത്തേക്ക് വന്നേക്ക്. ടീം എയിൽ ചട്പട്ട് അങ്കിൾ, ജൂനിയർ അങ്കിൾ, ട്വിങ്കിൾ, പിന്നെ ടീം ബിയിൽ മേയർ അങ്കിൾ, ടെമ്പോ അണ്ണ, ടോണി, പിന്നെ റോൾ നമ്പർ 420. പിന്നെ ടീം സിയിൽ ഞാൻ, സൂപ്പർ സ്പീഡോ, പിന്നെ ഡോഡോ. ഇപ്പൊ പറയ്, എല്ലാവരും റെഡിയാണല്ലോ? Yes, Kiko. Let's do it. ഡേഞ്ചർ ഡാങ്ങിന്റെ ഗ്യാങ് വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കും യൂസിങ് എ ഡാം. ചട്പട്ട അങ്കിൾ, ഇങ്ങോട്ട് നോക്കൂ. അത് നമ്മുടെ രാജാവ് പറഞ്ഞ ആർമിയുടെ വെഹിക്കിളാന്ന് തോന്നുന്നു. കുട്ടിക്കുറുമ്പന്മാരായ കുട്ടികളെ നട്ട്ഖട്ട് എന്ന് പറയും. ബുള്ളറ്റിന് പകരം ബോംബിടുന്നവനെ ഡിറ്റക്റ്റീവ് ചട്പട്ട് എന്ന് പറയും. വാവ് ചട്പട്ട അങ്കിൾ, ശരിക്കും നിങ്ങളൊരു കലക്ക് കലക്കി കഴിഞ്ഞു. സാറേ, ഞാൻ നിങ്ങളുടെ ഈ സൂപ്പർ സ്റ്റൈൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എത്രയും വേഗം ആ സ്മാർട്ട് കാർഡ് തേടി കണ്ടെത്തണം. വേഗം വരൂ, ആ വണ്ടി എടുത്തോണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. അയ്യോ അയ്യോ, നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ് മേയർ. റോൾ നമ്പർ 420. നിങ്ങൾ രണ്ടുപേരും മേയറോടൊപ്പം മുമ്പിൽ ചെന്നിരിക്കേ. ഞാനും ടോണിയും വണ്ടിയുടെ പുറകെ പോയി നിന്നിട്ട് ആ ബട്ടൺ തേടി കണ്ടെത്താം. അയ്യോ, നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഷൂട്ട് ചെയ്താ പിന്നെ ഞാൻ സ്പാനർ എടുത്ത് വലിച്ചെറിയും. ഈ സ്ഥലം ഭയങ്കര സ്ലിപ്പറിയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ എവിടെ ഓയിൽ ലീക്കേജ് ആയിട്ടുണ്ട്.
വിശപ്പ് കൂടിയപ്പോ കഴുത കണ്ണിൽ കണ്ടതെല്ലാം എടുത്ത് തിന്നു. ടോണി ബോസിന്റെ തലയ്ക്ക് മുകളിൽ കോഴിയുടെ മുട്ട വന്നിരിക്കുന്നത് കണ്ടോ? ഹലോ ഹലോ കീക്കോ കീക്കോ, ഞങ്ങൾക്ക് ആ സ്മാർട്ട് കാർഡ് കിട്ടിക്കഴിഞ്ഞു. വെരി ഗുഡ് മേയർ അങ്കിൾ. അതെടുത്തോണ്ട് കോട്ടയ്ക്ക് മുന്നിലേക്ക് വന്നേക്ക്. അതേതായാലും കലക്കി. മേയർ അങ്കിൾ ഇന്നൊരു സാഹസമാണ് ചെയ്തിരിക്കുന്നത്. നമ്മളും അതുപോലെ സ്മാർട്ട് കാർഡ് കണ്ടെത്തണം. എല്ലാത്തിനെയും പൊളിച്ചെടുക്കേണ്ട സമയമായിരിക്കുന്നു. സൂപ്പർ ഡൂപ്പർ ധമാൽ ധൂമിൽ. ഇപ്പൊ ഇതിനു വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു കപ്പ് കേക്ക് കഴിച്ചോട്ടെ. ആ കുറ്റിച്ചെടികൾക്ക് പുറകിൽ എന്താ ഉള്ളത്? വാ നമുക്ക് പോയി നോക്കാം. എന്റെ മേളിൽ മുള്ളു കുത്തിയിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 372. ഓക്കെ ബ്രോ, അപ്ലൈയിങ് ഫോർമുല 372. ടോട്ടൽ മുള്ളുകളെയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ഫുട്ബോൾ പോലെ എടുത്തിട്ട് പന്താടാം. എന്റെ ആഗ്രഹം തീരുന്നത് വരെ ഞാൻ കിക്ക് ചെയ്യും. വാ നമുക്ക് വേഗം പോയി സ്മാർട്ട് കാർഡ് തേടി കണ്ടെത്താം. പക്ഷേ ആ ബട്ടൺ എവിടെയുള്ളെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എത്രയും വേഗം നമ്മളത് കണ്ടെത്തിയേ പറ്റൂ. ഫട്ടാഫട്ട് എല്ലാം തേടി കണ്ടെത്തണം. മഞ്ഞ കളറെന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. മഞ്ഞൾ നിറത്തിലുള്ളൊരു മാമ്പഴം കഴിച്ചോട്ടെ. ശെടാ, ഞാൻ മാമ്പഴം എടുത്തോണ്ടിരാൻ മറന്നുപോയല്ലോ. തീർച്ചയായിട്ടും ഇവിടെ എവിടെയെങ്കിലും ഒരു മാമരം ഉണ്ടായിരിക്കും തോന്നുന്നു. ആ ദേ അങ്ങോട്ട് നോക്കൊരു മാമ്പഴം. മാങ്ങ പച്ച നിറത്തിലും മാമ്പഴം മഞ്ഞ നിറത്തിലുമല്ലേ ഉണ്ടാവുക? പക്ഷെ ഇതെന്താ കറുത്തിരിക്കുന്നേ? സൂപ്പർ സ്പീഡോ ആദ്യം ആ മാമ്പഴം പറിക്കേ. വാവ്, ഇനി ഞാൻ ആ കറുത്ത മാമ്പഴം കഴിക്കാൻ പോവാ. വേണ്ട, അങ്ങോട്ട് പോരുന്നോടോ. ട്വിങ്കിൾ, എന്റെ ടീമിനും മേയറങ്കിളുടെ ടീമിനും സ്മാർട്ട് കാർഡ് കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്? കിക്കോ, ഞങ്ങൾ ഇപ്പോൾ സ്മാർട്ട് കാറിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ മരുഭൂമിയില് ആ സ്മാർട്ട് കാറിനെ നമ്മൾ എവിടെ തേടി കണ്ടെത്തും? ദേ അവിടെ ഒരു ക്യാമൽ കുറെ നേരമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ അതിന്റെ അടുത്ത് തന്നെ തേടി നോക്കാം. ഷട്ട്പട്ട് അങ്കിൾ, ക്യാമലിന്റെ വായിലേക്കൊന്ന് നോക്കിക്കേ. കിക്കോ, ഞങ്ങൾക്ക് സ്മാർട്ട് കാർഡ് കിട്ടിക്കഴിഞ്ഞു. വെരി ഗുഡ് ട്വിങ്കിൾ. വേഗം ആ കോട്ടവാതിലിനടുത്തേക്ക് വാ. ഇതൊക്കെ സ്മാർട്ട് കാർഡുമായി ബന്ധപ്പെട്ട വേർഡ്സാ. അപ്പൊ പിന്നെ ഇതിനകത്ത് തന്നെ പാസ്വേർഡ്സും ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്ന് പാസ്വേഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താൻ പോകുന്നത്? ഡോണ്ട് വറി സൂപ്പർ സ്പീഡോ. ഈ ആൽഫബറ്റ്സ് അറേഞ്ചിങ് ടൂൾസ് യൂസ് ചെയ്യാം. അത് വെച്ച് ആൽഫബറ്റ്സിനെ കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യാം. ആദ്യം നമുക്കിത് വേഗം ചെക്ക് ചെയ്യാം.
കിക്കോ സൂപ്പർ സ്പീഡോ എന്റെ ചെറിയ ഗ്രൂപ്പ് ആർമി മെമ്പേഴ്സിനെ തട്ടിത്തെറിപ്പിച്ചോണ്ട് നിന്റെ മനസ്സിൽ വലിയ ഹീറോ ആണെന്ന് വിചാരമുണ്ടല്ലേ? ഇപ്പൊ എന്റെ ഒറിജിനൽ ആർമിയെ നീ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മളുടെ ടോട്ടൽ ആർമിയായും ഇങ്ങോട്ട് വരാൻ പറയ്. അവരൊരു ടോട്ടൽ പ്ലാനിങ്ങോടെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കും പ്ലാൻ ചെയ്യാം സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 555 അപ്ലൈ ചെയ്യ്. ഗ്രേറ്റ് ഐഡിയ കിക്കോ. ഫോർമുല 555 അപ്ലൈ ചെയ്തിട്ട് ഞാൻ 1 കാർ ആർമിയായി മാറിയേക്കാം. ഡേഞ്ചർ ഡാങ്ങിന്റെ ഗ്യാങ് വെള്ളം ശേഖരിച്ചു വെക്കും യൂസിങ് എ ഡാം. കിക്കോ പിന്നെ സൂപ്പർ സ്പീഡോ ഇതോടെ നിങ്ങളുടെ കളി അവസാനിക്കും. കാരണം ഇനി നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് രണ്ടാൾക്കും ദി എൻഡ്. വേഗം സൂപ്പർ സ്പീഡോ. ഞാൻ ആദ്യം അല്പം പേടിച്ചു. കിക്കോയും സൂപ്പർ സ്പീഡോയും എന്നെ തോൽപ്പിച്ചിട്ട് ഈ ഡാം അപഹരിക്കുന്ന ഞാൻ വിചാരിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഈ ഡാമിൽ ബോംബുകൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡാം എനിക്ക് സ്വന്തമായില്ലെങ്കിൽ പിന്നെ അതിനെ ഞാൻ മൊത്തമായിട്ട് വേറെ ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഇപ്പൊ ഡാം തകരാൻ പോവുകയാണ്. മാത്രമല്ല വെള്ളം മൊത്തവും മുഴുവൻ ശക്തിയോട് കൂടി താഴേക്ക് വരും. രാജാവിന്റെ രാജ്യം മൊത്തം വെള്ളത്തിൽ പോകും. എല്ലാവരും വെള്ളത്തിൽ മുങ്ങി ചത്തുപോകും. ഡേഞ്ചർ ഡാങ്ങിന്റെ ഗ്യാങ് വെള്ളം ശേഖരിച്ചു വെക്കും യൂസിങ് എ ഡാം. സൂപ്പർ സ്പീഡോ വേഗം ഫോർമുല നമ്പർ 678 അപ്ലൈ ചെയ്യ്. സൂപ്പർ സിമെന്റ് പേസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ ഡാം പല വർഷം തകരാതെ ഇതുപോലെ ഇരിക്കും. ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. ഇതിനാണ് പറയുന്നത് കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കരുതെന്ന്. തലയും കുത്തി ഇതാ കിടക്കുന്നു ഒരുത്തൻ. എന്ന് വെച്ചാ സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.